ഡിസംബർ 10-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് റിസർവേഷൻ എന്ന് പറയുന്നത് റീജിയൻ ബേസ്ഡ് ആയിക്കൂടാ എന്നാണ് സുപ്രീം കോടതി വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിനോട് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വിഷയം, സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ സുപ്രീം കോടതിയിലെ ഒരു വിഷയം, വെസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട ഒരു വിഷയം, അവിടുത്തെ ഒരു നിയമവുമായി ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴാണ് റിസർവേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും റിലീജിയൻ ബേസ്ഡ് ആയിക്കൂടാ എന്നുള്ള രീതിയിൽ സുപ്രീം കോടതി വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ കൽക്കട്ട ഹൈക്കോടതി വെസ്റ്റ് ബംഗാളിന്റെ ഇത്തരത്തിൽ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റീസിനെ OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രമത്തെ സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അവിടെ റിലീജിയൻ വാസ് എ പ്രൈമറി ബേസിസ് ഓഫ് ഇൻക്ലൂഷൻ എന്നുള്ള കാരണമാണ്. കാരണം ഒരു പ്രത്യേക മതത്തിൽപ്പെട്ട ആൾക്കാരെ റിസർവേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത്, OBC ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൽക്കത്ത ഹൈക്കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിനെതിരെയാണ് സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്തിരുന്നത്. അപ്പൊ സുപ്രീം കോടതി അവിടുത്തെ അഡ്വക്കേറ്റ് ജനറലിനോട് അല്ലെങ്കിൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിനോട് പറഞ്ഞ മുസ്ലിം കമ്മ്യൂണിറ്റീസ് OBC ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അവരുടെ ബാക്ക്വേർഡ്നെസ്, അതായത് സോഷ്യൽ ബാക്ക്വേർഡ്നെസ്സും എഡ്യൂക്കേഷണൽ ബാക്ക്വേർഡ്നെസ്സും കാരണമാണ്, അല്ലാതെ അവരുടെ റിലീജിയന്റെ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ആ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി റിലീജിയൻ എന്ന അടിസ്ഥാനത്തിലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൈക്കോടതിയുടെ റൂളിംഗ് ഏകദേശം 5 ലക്ഷത്തോളം OBC സർട്ടിഫിക്കറ്റുകൾ സ്റ്റേറ്റ് ഇഷ്യൂ ചെയ്തതിനെ ചാലഞ്ച് ചെയ്യുന്ന സാഹചര്യത്തിൽ വന്നിട്ടായിരുന്നു. ഓൾറെഡി ഈ ഒരു 5 ലക്ഷത്തോളം ആൾക്കാർ വിവിധ ഗവൺമെന്റ് ജോബുകളിലും മറ്റുമൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഹൈക്കോടതി ഇതിനെ ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വെസ്റ്റ് ബംഗാൾ ബാക്ക്വേർഡ് ക്ലാസസ് ആക്ട്, അതിൽ OBCയുടെ സബ് കാറ്റഗറൈസേഷൻ ഇൻവോൾവ് ആയിരുന്നു. ഈ ഒരു വിഷയത്തെയും ഇൻവാലിഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം സുപ്രീം കോടതി പരിശോധിച്ചു വരികയാണ്. ഫൈനൽ ജഡ്ജ്മെന്റ് പറഞ്ഞിട്ടില്ല, ആർഗ്യുമെന്റ്സ് നടക്കുന്നത്. അതിനിടയിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആണ് ഇത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ഡീറ്റെയിൽസ് വരും. ആ ഒരു സമയത്ത് നമ്മൾ കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത, ട്രംപ് അധികാരത്തിലേക്ക് വരുമ്പോൾ ലോകത്തും ഇന്ത്യയിലും എന്ത് മാറ്റമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ട്രംപിന്റെ ഒരു ഡിപ്ലോമാറ്റിക് പോളിസി എന്നുള്ളതാണ്. അപ്പോൾ വേൾഡിൽ കാര്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ നോക്കുന്നില്ല, നമ്മൾ പ്രധാനമായിട്ടും ഇന്ത്യയുടെ വ്യൂ പോയിന്റിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. ഇപ്പോൾ 2024 ഇലക്ഷനിൽ ട്രംപിന് വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം US പ്രസിഡന്റ് ആയിട്ട് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളും ഒക്കെ നിലവിലുള്ള ബൈഡനുമായിട്ടൊക്കെ വളരെ വ്യത്യാസമായിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് സെനറ്റിലും അതുപോലെ തന്നെ കോൺഗ്രസിലും നല്ല കൺട്രോൾ ഉണ്ട് എന്ന് തന്നെ ആ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്നുള്ളതാണ് കരുതി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യയെ ഇത് ഇങ്ങനെ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ ട്രംപ് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധമാണെന്ന് പറയാൻ പറ്റും. ഇന്ത്യയുമായിട്ട് നല്ലൊരു ബന്ധമാണെന്ന് പറയുമ്പോൾ ചൈനയെ എന്ത് ചെയ്യാം, കോർണർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചൈനയുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടിൽ ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ട്രംപ് നിൽക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു നിലവിലുള്ള ഈ ഒരു ബന്ധം, അതായത് അത് കുറച്ചുകൂടി ഡീപ്പൻ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും തന്നെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഡിഫൻസ് മേഖലയിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം സ്ട്രെങ്തൻ ചെയ്യാൻ കാരണമാണ് റീസെന്റ് ആയിട്ട് MH-60R ഹെലികോപ്റ്റർ എഗ്രിമെന്റ് ഏകദേശം $1.17 ബില്യൺ എഗ്രിമെന്റ് ആയിരുന്നു. അതുപോലുള്ള ഡിഫൻസ് എഗ്രിമെന്റുകൾ വരാൻ സാധ്യതയുണ്ട്. രണ്ട് രാജ്യങ്ങളും കൗണ്ടർ ടെററിസം, മിലിറ്ററി മാറ്റേഴ്സിൽ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് സഹകരിച്ചു വരാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയത്ത് ചൈനയുടെ ഇൻവോൾവ്മെന്റിനെതിരെ ശക്തമായിട്ടുള്ള സപ്പോർട്ട് ഇന്ത്യക്ക് നൽകാനുള്ള സാധ്യതയുണ്ട്. 2020 ഗാൽവൻ ഇൻസിഡന്റ് സമയത്തും മറ്റും അതുപോലെ നമസ്തേ ട്രംപ് ഈവന്റും ഒക്കെ നടത്തിയ സമയത്ത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സപ്പോർട്ട് ഭയങ്കര കൂടുതലായിട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ടെക്കിലും, അതായത് ടെക്നിക്കൽ സൈഡിലും ഇന്ത്യയും US തമ്മിലുള്ള റിലേഷൻഷിപ്പ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സിലിക്കൺ വാലിയിലും മറ്റുമൊക്കെ ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഇൻവോൾവ്മെന്റ് വർദ്ധിക്കുന്നതിനും മറ്റുമൊക്കെ നമുക്കിത് സഹകരിക്കുമെന്ന് കാണാം. അതുപോലെ ഇന്നൊവേഷൻ, ടെക്നോളജി തുടങ്ങിയിട്ടുള്ള മേഖലകളിലും US സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ത്യയുടെയും അമേരിക്കയുടെയും സഹകരണം നമുക്ക് മുന്നോട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അമേരിക്കയുടെ കോമ്പറ്റീറ്റീവ്നെസ് ഗ്ലോബലി, അതായത് അമേരിക്ക ഫസ്റ്റ് അല്ലെങ്കിൽ അമേരിക്ക പവർഫുൾ ആവുക എന്നുള്ള ആശയമാണെങ്കിൽ പോലും ഇന്ത്യയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ വേണ്ടി പറ്റുന്നത് എന്ന് ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത, ഫുഡ് അതുപോലെ എനർജി ഇൻസെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഒരു ഗ്ലോബൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റഡിയാണ് ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓതേഴ്സ് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്, എന്താണ് ഈ ഒരു ഫുഡ് സെക്യൂരിറ്റി അതുപോലെ എനർജി സെക്യൂരിറ്റി ആയിട്ടുള്ള റിലേഷൻ എന്നുള്ളത്. അപ്പോൾ റീസെൻ്റ്ലി വേൾഡ് ബാങ്ക് ഒരു വാർണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് ഫുഡ് സെക്യൂരിറ്റിയും എനർജി ഇൻസെക്യൂരിറ്റിയും
അഡ്രസ്സ് ചെയ്യേണ്ടത് സെപ്പറേറ്റ്ലി ആണ്. അത് സെപ്പറേറ്റ്ലി അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ നിലവിൽ അഡ്രസ്സ് ചെയ്യുന്നത് ഇൻസഫിഷ്യന്റ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഗ്ലോബൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലോകത്തിലെ ഫുഡ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, എനർജി പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, രണ്ടും വളരെയധികം സ്ട്രെസ്ഫുൾ ആണ്. ക്ലൈമറ്റ് ചേഞ്ചും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ പഴയ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ സ്ലോ ട്രാൻസിഷൻ ആണ് ഫോസിൽ ഫ്യൂൽസ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രണ്ട് മേഖലകളും, അത് എനർജി സെക്ടർ ആയിക്കോട്ടെ അതുപോലെ ഫുഡ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂൽസിനെ ഹെവിലി ഡിപ്പെൻഡഡ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ അത് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷന് കാരണമാകുന്നുണ്ടെന്നും ഇത് ഫുഡ് ഐറ്റംസിന്റെ എക്സ്പോസ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. അത് എനർജി പ്രൈസും മറ്റുമൊക്കെ ഉണ്ടാവുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എനർജി പ്രൈസിൽ ഉണ്ടാകുന്ന ഷോക്ക് ഒക്കെ ഫുഡ് പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് എന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു ഫോസിൽ ഫ്യൂലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അഗ്രികൾച്ചർ ഏകദേശം 70% ഗ്ലോബൽ ഫ്രഷ് വാട്ടർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ 70% ഫ്രഷ് വാട്ടർ കൺസ്യൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഫ്രഷ് വാട്ടറിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിസിറ്റി വേണം, എനർജി വേണം. ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും പവർ പ്ലാന്റുകളിൽ നിന്നും മറ്റുമൊക്കെയാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു മൊത്തത്തിലെ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന്റെ 20% ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അഗ്രികൾച്ചർ റിലേറ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് എൻവയോൺമെന്റൽ ഡാമേജിന് കാരണമാകുന്നതാണ്. അപ്പോൾ അഗ്രികൾച്ചറൽ പ്രോസസ്സുകൾക്ക് ഫോസിൽ ഫ്യൂൽസ് ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മെക്കനൈസേഷൻ, ഉദാഹരണത്തിന് വലിയ മെഷീനറികൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഡീസൽ ഉപയോഗിക്കുന്നുണ്ട്. ഫെർട്ടിലൈസർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഫുഡ് സിസ്റ്റംസ് അതിന്റെ സ്റ്റോറേജിനും മറ്റുമൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ അതിന്റെ പമ്പിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ഫ്യൂവൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇത് അതിന്റെ പ്രൈസിലും മറ്റുമൊക്കെ ഉണ്ടാവുന്നത് ഫുഡ് പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എനർജി പോവർട്ടി എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ലോ ഇൻകം കൺട്രീസിനെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നതാണ്. കാരണം ആ രാജ്യങ്ങളിൽ എനർജി പോവർട്ടി ഉണ്ടെങ്കിൽ കൂടുതൽ എനർജി കിട്ടുന്നില്ല, അത് അഗ്രികൾച്ചർ പ്രൊഡക്ഷനെ ബാധിക്കുന്നുണ്ട്. അത് പോവർട്ടിയിലേക്ക്, അവിടെ ഭക്ഷണത്തിന്റെ പോവർട്ടിയിലേക്കും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അഗ്രികൾച്ചറിന് എക്കണോമിയിൽ വളരെ പ്രധാനപ്പെട്ട റോളാണുള്ളത്. അപ്പോൾ ഇതിൽ ഒരു സൈഡിൽ അതിന് ഗ്രോയിങ് പോപ്പുലേഷനെ ഫീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് ഗ്ലോബൽ എനർജി ട്രാൻസിഷനിലേക്ക്, ബയോഫ്യൂൽ പ്രൊഡക്ഷൻ പോലുള്ള ഫ്യൂൽ പ്രൊഡക്ഷനിലേക്ക് ഫുഡ് ഐറ്റംസ് നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ബയോ എഥനോൾ പ്രൊഡക്ഷനിലേക്ക് നമുക്ക് ബയോ ഫുഡ് ഐറ്റംസ് ആവശ്യമുണ്ട്. അതിൽ നിന്നാണ് എഥനോളും മറ്റുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബയോഫ്യൂൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് ഐറ്റംസിനെ യൂസ് ചെയ്യുമ്പോൾ അത് ഫുഡ് ഇൻസെക്യൂരിറ്റിക്ക് കാരണം, അല്ലെങ്കിൽ ഫുഡ് സെക്യൂരിറ്റിയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തുവെക്കുന്നത്. അതേപോലെ തന്നെ ബയോഫ്യൂൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ലാർജ് എമൗണ്ട് ഓഫ് ലാൻഡും വാട്ടർ റിസോഴ്സസിനെയും യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു സൈഡിൽ ഫുഡ് ഇൻസെക്യൂരിറ്റി ഉയർന്നു വരുന്നുണ്ട്, അത് എനർജിക്ക് വേണ്ടിയിട്ട് ബയോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് കൊണ്ടാവാം എന്നുള്ളത് കൂടി ഓർത്തു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2030 കൂടിയിട്ട് 90 ബില്യൺ ആനുവലി ഇത്തരത്തിൽ ആവശ്യമായിട്ടുണ്ട് ഈ ഒരു ഗ്ലോബൽ ഫുഡ് സിസ്റ്റത്തിനെ അഡ്രസ് ചെയ്യാൻ. ഏകദേശം $400 ബില്യൺ പെർ ഇയർ എന്ന രീതിയിൽ ഫുഡ് ആവശ്യമുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫുഡ് ഇൻസെക്യൂരിറ്റിയെ അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറെ കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള, കുറെ കൂടി സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് വേണം എന്നാണ് ഓതേഴ്സ് പറയുന്നിട്ടുള്ളത്. അതായത് റിന്യൂവബിൾ എനർജിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരിക, ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ഫ്യൂൽ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെ വളരെയധികം കുറയ്ക്കുക, ഫോസിൽ ഫ്യൂൽ കൺസംപ്ഷൻ കുറക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഇതിൽ എല്ലാ ആൾക്കാർക്കും ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതെന്ന് കൂടി ഉറപ്പുവരുത്തണം. ചില വൾണറബിൾ കമ്മ്യൂണിറ്റീസ് എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്, അവർ അത്തരത്തിൽ സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ചും ലോ ഇൻകം കൺട്രീസിന് ഉൾപ്പെടെ ഇതിന്റെ ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. ഫുഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്താൻ പറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഉദാഹരണത്തിന് ഡെവലപ്ഡ് കൺട്രീസിലെ ഫുഡ് ഐറ്റംസ് അവർക്ക് എക്സസ് ആയിരിക്കും, അവരെന്ത് ചെയ്യും, ആ എക്സസ് ഫുഡ് എനർജി പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടാവും. അതേസമയത്ത് ലോ മിഡിൽ ഇൻകം കൺട്രീസിൽ പട്ടിണി കിടക്കുന്ന സാഹചര്യമായിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അതുപോലെ അഗ്രികൾച്ചറിനെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട്, ഫുഡ് സെക്യൂരിറ്റിയെ ഉറപ്പുവരുത്തിക്കൊണ്ട് വേണം ക്ലൈമറ്റ് ചേഞ്ചിനെ അഡ്രസ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറയുന്നതാണ്. അതായത് ജോലി ഭാരം, അല്ലെങ്കിൽ ജോലിയിൽ നിന്നും ജോലി സമയം കഴിഞ്ഞതിന് ശേഷം ഡിസ്കണക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. പ്രത്യേകിച്ചും ഈ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഒരു ജീവനക്കാരി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയാണ്. അത് വളരെ മുന്നേ സെപ്റ്റംബർ മാസത്തിൽ നടന്നതാണ്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ആർട്ടിക്കിളാണ്. നമ്മൾ പല പ്രാവശ്യം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, ജോലി ഭാരവുമായി ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. എങ്കിലും വീണ്ടും വന്നതുകൊണ്ട് നമുക്കൊന്നുകൂടി നോക്കാം. അപ്പോൾ ഒരു ഇന്ത്യൻ
വുമൺ പ്രൊഫഷണൽസ് ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ജോലി ഭാരം കാരണം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഓഡിറ്റിംഗ്, IT, മീഡിയ വർക്ക് തുടങ്ങിയിട്ടുള്ള ഫേംസുകളിൽ ഒരു വീക്കിൽ 55 മണിക്കൂറൊക്കെയാണ് സ്ത്രീകൾ പണിയെടുക്കുന്നതെന്നാണ് പറയുന്നത്. 49% ഇന്ത്യൻ വർക്കേഴ്സും വർക്ക് പ്ലേസിൽ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. അത് അവരുടെ മെന്റൽ ഹെൽത്തിനെയും ബാധിക്കുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ്, വളരെ നീണ്ട ജോലി മണിക്കൂറുകൾ അവരുടെ സ്ട്രെസ് ഉണ്ടാക്കാനും ഹാർട്ട് ഡിസീസ് ഉണ്ടാക്കാനും ബേൺ ഔട്ടിനും കാരണമാവുന്നുണ്ട്. ഇത് ഒരു ഹെൽത്തിയർ ആയിട്ടുള്ള വർക്ക് എൻവയോൺമെന്റിനെ സഹായിക്കുന്നില്ല എന്നുകൂടി ഓർത്ത് വെക്കുക. പല രാജ്യങ്ങളിലും റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറഞ്ഞാൽ നിയമപ്രകാരം നടക്കണം. അതായത് നിർബന്ധിത ജോലി സമയം 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണെങ്കിൽ ഈ സമയത്തിന് പുറത്തുള്ള സമയത്ത് ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് റൈറ്റ് ടു ഡിസ്കണക്ട് പറയുന്നതായിട്ടുള്ളത്. ഇപ്പോൾ ഫ്രാൻസ്, പോർച്ചുഗൽ, സ്പെയിൻ, ഓസ്ട്രേലിയ, അയർലൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ നിയമപ്രകാരം തന്നെ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ആശയത്തിന്, മെന്റൽ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നിർബന്ധിത ജോലി സമയത്തിന് ശേഷമുള്ള സമയങ്ങളിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻവോൾവ് ആവണ്ട എന്നുള്ള കാര്യം പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള സ്പെസിഫിക് ലോസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന് പറഞ്ഞ ആശയം തന്നെ ഇല്ല. ഈവൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷനിൽ, ഭരണഘടനയിലെ DPSPയിലും മറ്റും ആർട്ടിക്കിൾ 38ലും ആർട്ടിക്കിൾ 39E ഒക്കെ നമ്മളുടെ ജീവനക്കാരുടെ, ജോലിക്കാരുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് വെൽഫെയർ ഓഫ് ദ പീപ്പിൾ പ്രൊമോട്ട് ചെയ്യണം, ആർട്ടിക്കിൾ 38ൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസ് ഉറപ്പുവരുത്തണം എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 39E വർക്കേഴ്സിന്റെ സ്ട്രെങ്ത്തും ഹെൽത്തും സെക്യൂർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെന്റിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 14 ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ നൽകുന്നുണ്ട്. അതായത് ആൾക്കാർക്ക് റീസണബിൾ ആയിട്ടുള്ള അക്കോമഡേഷൻ, റീസണബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും മറ്റൊക്കെ സ്പെസിഫിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെയുള്ള കോർട്ട് റൂളിംഗും ഒക്കെ ഈ ഡിഗ്നിറ്റി ഓഫ് അറ്റ് വർക്കും അതുപോലെ മെന്റൽ ഹെൽത്ത് പ്രൊട്ടക്ഷൻസും ഓഫർ ചെയ്യുന്നുണ്ടെന്ന് ഓർത്തുക. അതായത് ഇതിൽ സ്പെസിഫിക്കലി ലോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇന്ത്യയിലെ ജോലിക്കാർ, ജീവനക്കാരായിട്ടുള്ള ആൾക്കാർ പലതരത്തിലുള്ള ഇഷ്യൂസ് നേരിടുന്നുണ്ട്. നേരത്തെ MP സുപ്രിയ സൂലെ ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് 2018 റൈറ്റ് ടു ഡിസ്കണക്റ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നോൺ കംപ്ലയൻസിന് മേലെ പീനൽ ആക്ഷൻസുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായിട്ടുള്ള പ്രോഗ്രസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കൂടി ഓർത്തുക. അപ്പോൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് റിസർച്ചുകൾ നടത്തുമ്പോൾ ഈ ഫിസിക്കൽ മെന്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. അത് എംപ്ലോയിയുടെ ഹാപ്പിനെസ്സെയും അവരുടെ പ്രൊഡക്ടിവിറ്റിയും ഒക്കെ നെഗറ്റീവ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തുക. അപ്പോൾ ജീവനക്കാരുടെ, ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ ഹെൽത്തിയർ ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സിനെ ഉണ്ടാക്കുന്നതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് എന്ന് കൂടി ഓർത്തുക. അടുത്തൊരു വാർത്ത, ഇന്ത്യയിലെ മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958, കോസ്റ്റിംഗ് വെസൽസ് ആക്ട് 1838 അമെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിക്കൊണ്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ബില്ലുകൾ, എന്താണ് അതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ ഗവൺമെന്റ് മെർച്ചന്റ് ഷിപ്പിംഗ് ബില്ല് 2024, കോസ്റ്റൽ ഷിപ്പിംഗ് ബില്ല് 2024 പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ മാരിടൈം സെക്ടറിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ബില്ലുകളാണ് ഇത് എന്ന് ഓർത്തുക. അപ്പോൾ നിലവിലുള്ള ആക്ട് മെർച്ചന്റ് ഷിപ്പിംഗ് ആക്ട് 1958, കോസ്റ്റൽ വെസൽസ് ആക്ട് 1838 ആണ്. രണ്ടും നമ്മൾ നോക്കി കഴിഞ്ഞാൽ 10-75 വർഷം മുന്നേയുള്ള നിയമങ്ങളാണ്. സോ ഒന്ന് മറ്റേതാണെങ്കിൽ 150-200 വർഷത്തിലധികം പഴക്കമുള്ള ബില്ലുകളാണ്. സോ ഓൾമോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇതിനെ റീപ്ലേസ് ചെയ്യണം. നമ്മൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നിലവിൽ ഓഫ്ഷോർ വെസൽസിനെ പ്രത്യേകിച്ച് നമ്മൾ നോക്കി കഴിഞ്ഞാൽ 50% ഇന്ത്യൻ ഫ്ലാഗ്ഡ് വെസൽസ് ഓഫ്ഷോർ വെസൽസ് ആണ്. അതിനെയൊക്കെ അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മാരിടൈം സെക്ടറുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കൃത്യമായിട്ടുള്ള റീഫോംസ് ആവശ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള പ്രൊവിഷൻസ് ആണ് ഈ ഒരു പുതിയ ബില്ലിൽ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു മേഖലയിൽ നിലവിലുള്ള നിയമങ്ങൾ പ്രൈവറ്റ് സെക്ടർ ഇൻവോൾവ്മെന്റിന് കാര്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അതിനാവശ്യമായിട്ടുള്ള ലീഗൽ സപ്പോർട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ പ്രത്യേകിച്ച് മാരിടൈം ട്രെയിനിങ്ങിലായിക്കോട്ടെ അല്ലെങ്കിൽ സീ ഫെയേഴ്സിന്, കടലിൽ ഈ ഒരു കപ്പലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഈവൻ ഫോറിൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള വെസലിൽ, മറ്റ് രാജ്യങ്ങളുടെ കീഴിൽ രജിസ്റ്റർ ചെയ്ത വെസലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ അവകാശങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിലവിലുള്ള റെഗുലേഷൻസ് മോഡേണൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ ആധുനിക കാലഘട്ടത്തിനനുസരിച്ച് മാരിടൈം മേഖലയിൽ ഉണ്ടായിട്ടുള്ള കടലുമായി ബന്ധപ്പെട്ട, കടൽ യാത്രകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മേഖലകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് സെക്ടറുമായി ബന്ധപ്പെട്ട മേഖലയിലും കാര്യമായിട്ടുള്ള ആധുനികത്വം വന്നിട്ടില്ല. അതിനെ അഡ്രസ് ചെയ്യാനും ഈ ഒരു ബില്ലുകൾ കൊണ്ട് പറ്റും അല്ലെങ്കിൽ നിയമം കൊണ്ട് പറ്റും. അത് ഈ ഒരു മേഖലയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാനും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് പുതിയ ബില്ലിന്റെ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരും, കൂടുതൽ വിദേശ നിക്ഷേപം കൊണ്ടുവരികയും ഈ ഒരു മേഖലയിൽ കൂടുതൽ
കപ്പലുകൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് കൂടുതൽ ഓണർഷിപ്പുകൾ ഉണ്ടാവുക, കൂടുതൽ NRIs OCIസും ഓവർസീസ് സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാർ ഫോറിൻ എൻറ്റിറ്റീസ് ഒക്കെ ഇന്ത്യൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള വെസൽസ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ വിദേശത്തു നിന്നുള്ള കപ്പൽ ഡിമോളിഷന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ടെമ്പററി രജിസ്ട്രേഷൻ കൊടുക്കുക, അതുവഴി ഇന്ത്യക്ക് ഈ ഷിപ്പ് റീസൈക്ലിംഗ് യൂണിറ്റുകളിലായിട്ട് അല്ലെങ്കിൽ ഷിപ്പ് റീസൈക്ലിംഗ് ഹബ്ബുകളായിട്ട് രാജ്യത്ത് ഉണ്ടാക്കുക എന്നതാണ്. അതുപോലെ തന്നെയാണ് കൂടുതൽ വെസലുകൾ, അതായത് നിലവിലുള്ള കൂടുതൽ സബ്മേഴ്സിബിൾ വെസലുകൾ, ബാർജസ്, ഓഫ്ഷോർ യൂണിറ്റുകൾ തുടങ്ങി പുതിയ പുതിയ വെസലുകളെ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാനും പ്രവർത്തിക്കാനും അനുവദിക്കുക എന്നുള്ളതാണ്. കോസ്റ്റൽ സെക്യൂരിറ്റി കൂടുതലായിട്ട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ബെറ്റർ ആയിട്ടുള്ള റെഗുലേറ്ററി മെഷേഴ്സ് കൊണ്ടുവരിക, കോസ്റ്റൽ സേഫ്റ്റിയും സെക്യൂരിറ്റിയും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് മറ്റൊരു ഉദ്ദേശമായിട്ടുള്ളത്. മറ്റൊന്നാണ് മറൈൻ പൊല്യൂഷനുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലുള്ള കപ്പലുകളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്ന പൊല്യൂഷൻസിനെ അതുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട് ഓൺ മറൈൻ പൊല്യൂഷൻ, മാർപോൾ എന്ന് പറയും, മറൈൻ പൊല്യൂഷൻ സിവിൽ ലയബിലിറ്റി കൺവെൻഷൻ. ഈ ഒരു ആശയങ്ങളൊക്കെ ഈ ഒരു നിയമത്തിന്റെ ഭാഗമായിട്ട് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പൊല്യൂഷനെ റെഡ്യൂസ് ചെയ്യുക, ഷിപ്പിംഗ് ആക്ടിവിറ്റീസ് വഴി കടലിനെ മലിനപ്പെടുത്തുന്നത് കുറക്കുക എന്നുള്ളതാണ്. സൾഫർ കണ്ടന്റ് ഉൾപ്പെടെയുള്ള മറൈൻ ഫ്യൂവലുകൾ പുറത്തേക്ക് തള്ളുന്നതും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറക്കുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശമായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ മാരിടൈം ലോയെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ഉയർത്തുക എന്നുള്ളതും മാരിടൈം എൻവയോൺമെന്റിൽ ആ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നതിൽ ആ ഒരു കമ്മിറ്റ്മെന്റ് ലോകത്തിന് മുന്നിൽ ഹൈലൈറ്റ് ചെയ്യുക എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട ഉദ്ദേശമായിട്ടുള്ളത്. മറ്റൊന്നാണ് കപ്പലിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ, പ്രത്യേകിച്ചും ഇന്ത്യൻ കപ്പലുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ മാത്രമല്ല വിദേശ രാജ്യങ്ങളുടെ കപ്പലുകൾ ഫോറിൻ ഫ്ലാഗ്ഡ് ആയിട്ടുള്ള വെസൽസിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരായിട്ടുള്ള ജോലിക്കാരുടെ അവകാശങ്ങളെ കുറിച്ചും ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മാരിടൈം ലേബർ കൺവെൻഷൻ MLCയുമായിട്ട് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ അവരുടെ വർക്കിംഗ് കണ്ടീഷൻ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും സേഫ്റ്റി സ്റ്റാൻഡേർഡുകളെ കുറിച്ചും ഒക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ബില്ലിൽ ശ്രമിക്കുന്നുണ്ടെന്നാണ്. കൂടാതെ ഇന്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മാരിടൈം ട്രെയിനിങ്, അതിന് കൃത്യമായിട്ടുള്ള ലീഗൽ ഫ്രെയിംവർക്ക് കൊണ്ടുവന്ന് മാരിടൈം ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിലായിട്ടുള്ള ട്രെയിനിങ് നൽകുക, അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് ഹൈ ക്വാളിറ്റി ട്രെയിനിങ്, സ്റ്റാൻഡേർഡ് ട്രെയിനിങ് യൂത്തിന് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റൽ ഷിപ്പിംഗുമായി ബന്ധപ്പെട്ടുള്ള അമെൻമെന്റുകൾ കോസ്റ്റൽ ഷിപ്പിംഗ് ബില്ലിൽ കൊണ്ടുവരുന്നുണ്ട്. ഇത് പ്രത്യേകിച്ചും കൊമേഴ്ഷ്യൽ യൂട്ടിലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള ടെക്നിക്കൽ റെഗുലേഷൻസ് വരുന്നുണ്ട്. അതിന്റെ ലൈസൻസിങ് എങ്ങനെയാണ്, ഓപ്പറേഷൻസ് എങ്ങനെയാണ് കോസ്റ്റൽ ഇൻലാൻഡ് ഷിപ്പിംഗിന് വേണ്ടി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് സാഗർമാല പ്രോഗ്രാം എന്ന് പറയുന്നത്, പോർട്ടുകളുടെയും മറ്റുമൊക്കെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇതും കോസ്റ്റൽ ഷിപ്പിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയുള്ള അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകളൊക്കെയാണ് വരുന്നത്. അതുവഴി ഇന്ത്യൻ കോസ്റ്റുകളുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യാം, അത് കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനും അവിടെയുള്ള റിസോഴ്സുകളെ നമ്മുടെ രാജ്യത്തിന്റെ ഗ്രോത്തിന് വേണ്ടി യൂസ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള മാറ്റത്തിലേക്ക് ഈ ബില്ലുകൾ സഹായിക്കും എന്ന് നമുക്ക് കരുതാവുന്നതാണ്. അടുത്തൊരു വാർത്ത, INS തുഷീൽ എന്ന് പറയുന്ന ഫ്രിഗേറ്റ് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് കമ്മീഷൻ ചെയ്തു എന്നുള്ളതാണ്. ഫ്രിഗേറ്റ് എന്ന് പറഞ്ഞ കപ്പലാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു കപ്പലിന്റെ ഡീറ്റെയിൽസ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയും റഷ്യയും ചേർന്നിട്ടുള്ളതാണ് INS തുഷീൽ എന്ന് പറയുന്ന സ്റ്റീൽ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ്. ഇത് കമ്മീഷൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷന്റെ ഭാഗമായിട്ടാണത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, സ്പേസ് എക്സ്പ്ലോറേഷൻ, കൗണ്ടർ ടെററിസം തുടങ്ങിയ പല മേഖലകളിലും ഇന്ത്യയും റഷ്യയും സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഫ്രിഗേറ്റ് ആയിരുന്നു തമൽ, ഇത് സെക്കൻഡ് ഫ്രിഗേറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2024 തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഡിഫൻസ് കോപ്പറേഷന്റെ സഹകരണത്തിന്റെ ഒരു കാര്യമാണ് ഇത് എന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ INS തുഷീൽ എന്ന് പറയുന്ന കപ്പലാണിത്. ഇതിനെയാണ് ഫ്രിഗേറ്റ് എന്ന് വിളിക്കുന്നത്. ഇത് മൾട്ടി റോൾ സ്റ്റീൽ ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആണ്. അപ്പോൾ ഇത് നേരത്തെ ഉണ്ടായിരുന്ന ക്രിവാക് 3 ക്ലാസ് ഫ്രിഗേറ്റിന്റെ അപ്ഗ്രേഡഡ് വേർഷൻ ആണ്. റഷ്യൻ ഡിസൈൻഡ് ആയിട്ടുള്ള പ്രൊജക്ട് 1135.6 എന്ന പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ നേവിയിൽ അതിൽ ഓൾറെഡി 6 ഷിപ്പുകൾ ഈ ക്ലാസ്സുകളിലുണ്ട്. 3 തൽവാർ ക്ലാസ് ഫ്രിഗേറ്റുകളാണ്, 3 ടെക് ക്ലാസ് ഫ്രിഗേറ്റുകളാണെന്ന് ഓർത്ത് വെക്കുക. ഇത് റഷ്യൻ ഷിപ്പ് യാർഡുകളിലായിട്ടുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗിലും കെലിൻ ഗ്രാഡിലുമാണ് പണിതിട്ടുള്ളത്. INS തുഷീൽ എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറിയിലെ 7th വെസലായിട്ടാണ് വരുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കുന്നത്. ഏകദേശം 26% ഇൻഡിജിനിയസ് ടെക്നോളജിയാണ് ഷിപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളത്. 33 സിസ്റ്റംസ് ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് ഇന്ത്യൻ നേവിയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അത് ഇന്ത്യൻ നേവിയുടെ സോഡ് ആം എന്ന് പറയുന്ന വെസ്റ്റേൺ നേവൽ കമാൻഡിന്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യും എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ഒരു ആർമി ഓഫീസറിന് പെർമനന്റ് കമ്മീഷൻ നൽകുന്നതിനായിട്ട് ആർട്ടിക്കിൾ 142 പ്രകാരമുള്ള അധികാരം സുപ്രീം കോടതി ഉപയോഗിച്ചു എന്നാണ് വാർത്ത വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ആർമിയിൽ പെർമനന്റ് കമ്മീഷനിങ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആയി കരുതുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു അധികാരം ഉപയോഗിച്ചു. എന്താണ് ആർട്ടിക്കിൾ 142 നോക്കാം. ഇപ്പോൾ സുപ്രീം കോടതി ഒരു വുമൺ ആർമി ഓഫീസറിന് പെർമനന്റ് കമ്മീഷൻ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. നേരത്തെ റോങ്ലി എക്സ്ക്ലൂഡഡ് ആയിരുന്നു. അവരെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ആയിട്ടുള്ള സർവീസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ പോലും പെർമനന്റ് കമ്മീഷൻ നൽകുന്നതിൽ അവരെ
സ്ട്രോങ്ലി എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയം കോടതിയിൽ ചാലഞ്ച് ചെയ്തപ്പോഴാണ് സുപ്രീം കോടതി ആർട്ടിക്കിൾ 142 പ്രകാരം, ഇത് സുപ്രീം കോടതിയുടെ എക്സ്ട്രാ ഓർഡിനറി പവർ ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ഈ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഈ ഒരു പെർമനന്റ് കമ്മീഷൻ എന്ന് പറയുന്ന ആ ഒരു തസ്തിക അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിലേക്ക് മാറാൻ അനുവദിച്ചത്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണ്? ആർട്ടിക്കിൾ 142. ആർട്ടിക്കിൾ 114 എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണെന്ന് ഓർക്കുക. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ പ്രകാരം അല്ലെങ്കിൽ നിലവിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ പ്രകാരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പ്രകാരം ചെയ്യുമ്പോഴും ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് വന്നു എന്ന് സുപ്രീം കോടതിക്ക് തോന്നുന്നില്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആർട്ടിക്കിൾ 142 ഉപയോഗിക്കുന്നത്. ഇത് സുപ്രീം കോടതിയുടെ എക്സ്ട്രാ ഓർഡിനറി പവർ ആണെന്ന് പറയാം. അതായത് കോടതിക്ക് നിയമപ്രകാരം കവേർഡ് അല്ലാത്ത ഒരു വിഷയത്തിൽ എക്സ്ട്രാ വളരെ പ്രത്യേകമായിട്ടുള്ള ഓർഡേഴ്സോ ഡയറക്ഷൻസോ ഇറക്കാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുവാണ് അതാണ് നീതി, അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഓർഡർ ഇറക്കാൻ പറ്റും എന്നുള്ളതാണ് ആർട്ടിക്കിൾ 142 എന്നത്. ഇത് സുപ്രീം കോടതി വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓർക്കുക, ആർട്ടിക്കിൾ 142 കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത, ഷെങ്കൽ ട്രാവൽ സോണിലേക്ക് ഈ ബൾഗേറിയയും റൊമാനിയയും ഫുൾ മെമ്പേഴ്സ് ആയിട്ട് മാറി എന്നുള്ളതാണ് വാർത്ത വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഷെങ്കൻ സോൺ, എന്താണ് ഇതിന്റെ പ്രത്യേകതയായിട്ടുള്ളത്, എന്താ ബൾഗേറിയ അർമേനിയ ഈ രണ്ട് രാജ്യങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആസ്ട്രിയ അതിന്റെ വീറ്റോ, റൊമാനിയ ബൾഗേറിയ എന്നിവരെ ഫുൾ മെമ്പേഴ്സ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വീറ്റോ ഡ്രോപ്പ് ചെയ്യുകയാണ്. അതായത് റൊമേനിയയും ബൾഗേറിയയും ഷെങ്കൻ ഫ്രീ ട്രാവൽ ഏരിയയുടെ ഭാഗമായി മാറുന്നു എന്നുള്ളതാണ് വാർത്ത വരുന്നത്. റൊമേനിയയും ബൾഗേറിയയും യൂറോപ്യൻ യൂണിയൻ മെമ്പറാണ്, നാറ്റോ മെമ്പറാണ്. ഇത് ഷെങ്കനിലേക്ക് പാർട്ട്ലി ജോയിൻ ചെയ്യുന്നു, ഇപ്പോൾ ഫുൾ മെമ്പർ ആവാൻ പോകുന്നു എന്നാണ് വാർത്ത. അപ്പോൾ എന്താണ് ഷെങ്കൻ ട്രാവൽ സോൺ എന്ന് പറഞ്ഞാൽ? ഷെങ്കൻ ട്രാവൽ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ഷെങ്കൻ എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ്. ഇത് 1985 5 രാജ്യങ്ങൾ തമ്മിൽ സൈൻ ചെയ്തതാണ്. ബെൽജിയം, ഫ്രാൻസ്, ജർമ്മനി, ലക്സംബർഗ്, നെതർലൻഡ്സ്. ഇവർ പറഞ്ഞു ഇവർ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ഇവർ പറഞ്ഞു നമ്മൾ ഈ 5 രാജ്യങ്ങൾ തമ്മിൽ ബോർഡർ വേണ്ട, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റണം, യാതൊരു തടസ്സവും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. ഇതാണ് ഷെങ്കൻ എഗ്രിമെന്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അതായത് ബോർഡർ ഫ്രീ ഏരിയ ആണ് എന്നുകൂടി ഓർത്തു. അതായത് ഇവർക്ക് ബോർഡർ ചെക്കിംഗ് ഒന്നും ഇല്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും, ആൾക്കാർക്ക് പോവാം, സാധനങ്ങൾ കൊണ്ടുപോകാം, സർവീസസ് നടത്താം. അപ്പോൾ ഇതിനെയാണ് ഷെങ്കൻ ഏരിയ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഇന്റേണൽ ബോർഡർ ചെക്കുകൾ ലാർജ്ലി അബോളിഷ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഒന്നുമില്ല എന്നല്ല, ഇടയ്ക്കുണ്ടാവാം, ബട്ട് മോസ്റ്റ്ലി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ യൂറോപ്യൻ യൂണിയൻ സ്റ്റേറ്റ്സിനും ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് ഓർത്തുക. ചില ടെക്നിക്കൽ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് ഓർത്തുക. നോൺ EU കൺട്രീസിനും ഇതിന്റെ ഭാഗമാകാൻ വേണ്ടി പറ്റും. സ്വിറ്റ്സർലൻഡ്, ലേഷ്യൻസ്റ്റീൻ, നോർവേ, ഐസ്ലൻഡ് തുടങ്ങിയിട്ടുള്ള ഈ ഷെങ്കന്റെ ഭാഗമാണ്. അവർ സ്പെഷ്യൽ എഗ്രിമെന്റ് പ്രകാരമാണ് ജോയിൻ ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതാണ് ഷെങ്കൻ സോൺ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഷെങ്കൻ സോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇന്ന് 27ഓളം കൺട്രീസ് ഉണ്ട്. ഇവരിലേക്ക് ഒറ്റ വിസ മാത്രം മതി, അതിന്റെ പേരാണ് ഷെങ്കൻ വിസ എന്ന് പറയുന്നത്. ഈ ഷെങ്കൻ വിസ എടുത്തു കഴിഞ്ഞാൽ ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്തേക്ക് നിങ്ങൾക്ക് മൂവ് ചെയ്യാം, പ്രത്യേകം വിസ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. സീംലെസ് ട്രാവൽ എന്നുള്ളതാണ്. ഏകദേശം 400 മില്യണോളം ആൾക്കാർ, 40 കോടിയോളം ആൾക്കാർക്ക് പരസ്പരം അങ്ങോട്ടോ ഇങ്ങോട്ടോ ബോർഡർ ചെക്ക് ഇല്ലാതെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും മെമ്പർ ആണോ എന്ന് വെച്ചാൽ അല്ല എന്ന് ഓർത്തുക. ചില രാജ്യങ്ങൾ ഇപ്പോഴും മെമ്പർ അല്ല, പക്ഷേ മെമ്പർ ആയിട്ടുള്ള രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ അല്ലാത്ത രാജ്യങ്ങളും മെമ്പർ ആയിട്ടുണ്ട് എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഓരോ വർഷം $1.25 ബില്യൺ അനുസരിച്ചുള്ള 1.25 ബില്യൺ ജേർണീസ് നടക്കുന്നുണ്ട്. ടൂറിസം, കൾച്ചറൽ എക്സ്ചേഞ്ച്, എക്കണോമിക് പ്രോസ്പെരിറ്റി തുടങ്ങി പല മേഖലയിലും ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഷെങ്കൻ കോർപ്പറേഷൻ എന്ന് വെച്ചാൽ പോലീസിലും കസ്റ്റംസിലും ബോർഡർ കൺട്രോൾ അതോറിറ്റീസ് ഒക്കെ പരസ്പരം സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ ടെററിസം, ഓർഗനൈസ്ഡ് ക്രൈം എന്നുള്ളതിലൊക്കെ ഇവർ പരസ്പരം സഹകരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും കൂടി ഓർത്തിക്കുന്നത്. അപ്പോൾ ഷെങ്കൻ കൺട്രീസിലുള്ള അവർക്ക് വിസ ഫ്രീ ആയിട്ട് ഈ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും. ഇന്റേണൽ ബോർഡർ ചെക്കുകൾ ഒന്നുമില്ല. നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് സഞ്ചരിക്കുന്നത് പോലെ ഇവർക്ക് ഈ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ നമ്മൾ ഷെങ്കൻ വിസയാണ് എടുക്കേണ്ടത്. ഷെങ്കൻ വിസ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രാജ്യത്തിന്റെ അകത്തൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോർഡർ ഫ്രീ, ഈ ഒരു യൂറോപ്യൻ വാല്യൂസ് ഓഫ് യൂണിറ്റി ആൻഡ് സോളിഡാരിറ്റി അവരെല്ലാം ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്നു എന്നൊരു ആശയത്തെയാണ് കാണിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ 2 രാജ്യങ്ങളാണ് ജോയിൻ ചെയ്യുന്നത്, റൊമേനിയയും ബൾഗേറിയയും. റൊമേനിയ എന്ന് പറയുന്നത് ഇത് സെൻട്രൽ, ഈസ്റ്റേൺ, സൗത്ത് ഈസ്റ്റ് യൂറോപ്പിന്റെ ക്രോസ് ബോർഡറിലുള്ള ഏകദേശം ഇവിടെയുള്ള ഒരു രാജ്യമാണ്. ഇതിന്റെ ഒരു സൈഡിൽ ഉക്രൈൻ ഉണ്ട്, ഹംഗറി ഉണ്ട്, സെർബിയ ഉണ്ട്, ബൾഗേറിയ, മോൾഡോവ, ബ്ലാക്ക് സീ ആണ് ഒരു സൈഡിലുള്ളത്. നമുക്ക് മാപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും. യൂറോപ്പിലെ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ആയിട്ടുള്ള ഡാന്യൂബ്, ഇത് ഡാന്യൂബ് ഡെൽറ്റ ഫോം ചെയ്യുന്നത് റൊമേനിയയിലാണ്. ഇതിലാണ് കാർപ്പാത്തിയൻ മൗണ്ടെയിൻസ്, കാർപ്പാത്തിയൻ മൗണ്ട്സ്
റൊമേനിയയിലാണ് ഉള്ളത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇതിന്റെ ക്യാപിറ്റലാണ് ബുച്ചാറസ്റ്റ് ആണ് ഇതിന്റെ ക്യാപിറ്റൽ എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇതാണ് റൊമേനിയയുടെ ലൊക്കേഷൻ. റൊമേനിയയുടെ ലൊക്കേഷൻ ബുച്ചാറസ്റ്റ് ആണ് ഇതിന്റെ ക്യാപിറ്റൽ. ബ്ലാക്ക് സീ ഒരു സൈഡിൽ വരുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുക. ഒരു സൈഡിൽ ബൾഗേറിയ ഉണ്ട്. ഈ ബൾഗേറിയ ആണ് അടുത്ത ജോയിൻ ചെയ്യുന്ന രാജ്യം. പിന്നെ സെർബിയ ഉണ്ട്, ഹംഗറി ഉണ്ട്, ഇവിടെ ഉക്രൈനുമായിട്ട് ബോർഡർ ഉണ്ട്, മോൾഡോവയായിട്ട് ബോർഡർ ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റൊമേനിയ. ഒരു സൈഡിൽ ബ്ലാക്ക് സീ വരുന്നുണ്ട് എന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് ബൾഗേറിയ. ബൾഗേറിയ റൊമേനിയയുടെ തൊട്ട് താഴെയുള്ളതാണ്. ഇതാണ് ബൾഗേറിയ, ഇതാണ് റൊമേനിയ. സൗത്ത് ഈസ്റ്റ് യൂറോപ്പിലുള്ള രാജ്യമാണ്. ബാൾക്കൻ മൗണ്ടൻസിന്റെ ഭാഗം ആണ് എന്ന് ഓർത്തു വെക്കുക. ഡാന്യൂബ് റിവർ ഉണ്ട്, ബ്ലാക്ക് സീ ഒരു സൈഡിലുണ്ട്, ഗ്രീസും തുർക്കിയാണ് ഒരു സൈഡിലുള്ളത്, സെർബിയയും നോർത്ത് മാസിഡോണിയയും ഉണ്ട്, റൊമേനിയ നോർത്തിലുണ്ട്. സോഫിയ ആണ് ഇതിന്റെ ക്യാപിറ്റൽ സിറ്റി എന്ന് കൂടി ഓർത്തു വെക്കുക. ബൾഗേറിയ റൊമേനിയയുടെ തൊട്ട് താഴെയുള്ളതാണ്. ഇതിന്റെ ഒരു സൈഡിലും ബ്ലാക്ക് സീ വരുന്നുണ്ട്. ഇതിന്റെ താഴ്ഭാഗത്ത് ഗ്രീസ് ആണ് വരുന്നത്. ഇവിടെ നോർത്ത് മെസിഡോണിയ ഉണ്ട്, ഇവിടെ സെർബിയ വരുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇതിന്റെ ക്യാപിറ്റൽ സോഫിയ ആണ് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഷെങ്കൻ ട്രാവൽ സോണിൽ ജോയിൻ ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളാണ് റൊമേനിയയും ബൾഗേറിയയും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഷെങ്കൻ സോൺ എന്താണെന്ന് ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത ആന്റി മാറ്ററുമായി ബന്ധപ്പെട്ടാണ്. ആന്റി മാറ്ററുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ ആന്റി മാറ്ററിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് ഡീറ്റെയിലേക്ക് പോകില്ല, നമ്മൾ ബ്രീഫ് ആയിട്ട് നോക്കും. കുറച്ച് വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, കാരണം ആ വാക്കുകൾ ചോദ്യങ്ങളായിട്ട് പ്രിലിംസിന് വരാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഈ വാർത്ത വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് നിലവിലുള്ള സ്റ്റാൻഡേർഡ് പാർട്ടിക്കിൾ ഫിസിക്സ് മോഡലിൽ, സ്റ്റാൻഡേർഡ് മോഡലിൽ മാറ്റർ ആന്റി മാറ്റർ അസിമെട്രിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. കാരണം യൂണിവേഴ്സിലെ മാറ്ററും ആന്റി മാറ്ററും തമ്മിലുള്ള ഒരു അസിമെട്രി ഉണ്ട്. നമ്മുടെ ഭൂമിയിൽ അല്ലെ പ്രകൃതിയിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിൽ കൂടുതലായിട്ട് നമുക്ക് മാറ്ററിനെയാണ് കാണാൻ പറ്റുന്നത്, ആന്റി മാറ്ററിനെ വളരെ കുറഞ്ഞ അളവിലാണ് കാണുന്നത്. ഇതിനെയാണ് അസിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിസർച്ച് പറയുന്നത് വെച്ചാൽ സഖറോവ് കണ്ടീഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. ഈ ഒരു കണ്ടീഷൻസ് മീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്, എന്തുകൊണ്ടാണ് യൂണിവേഴ്സ് മാറ്ററിനാൽ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നു എന്ന രീതിയിൽ പറയുന്നത്. അപ്പോൾ സഖറോവ് കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. ഈ ഒരു മാറ്റർ ആന്റി മാറ്ററുമായി ബന്ധപ്പെട്ട മേഖലയിലാണ് ഈ ഒരു സഖറോവ് കണ്ടീഷൻ എന്ന് പറയുന്ന കണ്ടീഷൻ ഉപയോഗിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. അതൊരു 3ഓളം കണ്ടീഷൻസ് ആണ് ഈ ഒരു മാറ്റർ ആന്റി മാറ്റർ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ മാറ്ററിനെയും ആന്റി മാറ്ററിനെയും കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ പോലെ വളരെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്, മീസോൺസ് ഒക്കെ വിളിക്കും. മീസോൺ എന്ന് പറയുന്നത് ക്വാർക്ക് ആന്റി ക്വാർക്ക് പെയേഴ്സിനെയാണ് മീസോൺ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് ആണ് മാറ്റർ ആന്റി മാറ്റർ ഇംബാലൻസിന് കാരണമാകുന്നത്, അല്ലെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നതായിട്ടുള്ളത്. ഇതാണ് ഈ ഒരു മിസ്റ്ററിയെ സോൾവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. അപ്പോൾ മീസോൺ എന്ന് പറയുന്ന വാക്ക് ഓർത്ത് വെക്കണം. ക്വാർക്ക് ആന്റി ക്വാർക്ക് ഈ വാക്കുകൾ ഓർത്ത് വയ്ക്കേണ്ടതായിട്ട്. ക്വാർക്ക് ആന്റി ക്വാർക്കിന്റെ പെയറിനെയാണ് മീസോൺ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. എന്താണ് ആന്റി മാറ്റർ നോക്കാം. അപ്പോൾ നമ്മൾ കാണുന്നതെല്ലാം മാറ്റർ ആണ്. മാറ്റർ എന്ന് വെച്ചാൽ ദ്രവ്യം, മാസ് ഉള്ളതിനെയാണ് ദ്രവ്യം എന്ന് വിളിക്കുന്നത്. മാസ് ഉള്ളതിനെ മാറ്റർ എന്ന് വിളിക്കും. ദ്രവ്യം നമുക്ക് കാണുന്നതിനെല്ലാം നമുക്ക് മാസ് എന്നുള്ളതാണ് മാറ്റർ. അതിന് നേരെ വിപരീതമായിട്ടുള്ളതാണ് ആന്റി മാറ്റർ എന്ന് വിളിക്കുന്നത്. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന മാറ്ററിന്റെ അതേ മാസ് ഉള്ളതും അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ളതിനെയാണ് ആന്റി മാറ്റർ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ആന്റി പാർട്ടിക്കിൾ എന്ന് വിളിക്കാം. അതായത് നമ്മൾ കാണുന്ന ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ഇലക്ട്രോണിന്റെ അതേ മാസ് ഉള്ളതും ആ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോണിന്റെ പോസിറ്റീവ് ചാർജ് ഉള്ളതുമായതിനെയാണ് അതിന്റെ ആന്റി ഇലക്ട്രോൺ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ഇലക്ട്രോണിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റി ഇലക്ട്രോൺ. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താ? ഇലക്ട്രോണിന്റെ അതേ മാസ് തന്നെയാണ്, പക്ഷേ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണ്, ആന്റി ഇലക്ട്രോണിന് പോസിറ്റീവ് ചാർജ് ആണെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർക്കുമ്പോൾ ചാർജ് ന്യൂട്രൽ ആവും, പക്ഷെ മാസ് ഡബിൾ ആവും എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ആന്റി മാറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രമാണ് കോസ്മിക് റേസിൽ ഉള്ളതായിട്ടുള്ള വളരെ ടൈനി ക്വാണ്ടിറ്റീസ് യൂണിവേഴ്സിലെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഒരു പൊട്ടാസ്യം 40 എന്ന് പറയുന്ന മൂലകത്തിന്റെ ഡീകേ ഉണ്ടാകുമ്പോൾ ഒരു ആന്റി ഇലക്ട്രോൺ 20 സെക്കൻഡിൽ 1 എന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ സ്മോൾ ക്വാണ്ടിറ്റി മാത്രമാണ് ആന്റി മാറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഓർത്ത് വെക്കേണ്ട കാര്യം, ആന്റി മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും യൂണിവേഴ്സിൽ കൂടുതലായിട്ടുള്ളത് മാറ്റർ ആണ്. അതാണ് നമ്മൾ കാണുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കണേ, ഈവൻ ഇപ്പോൾ അവിടെ ഈക്വൽ എമൗണ്ട് ഓഫ് മാറ്ററും ആന്റി മാറ്ററും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് രണ്ട് പരസ്പരം ചേർന്നിട്ട് നമുക്ക് ജസ്റ്റ് റേഡിയേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പോൾ ഈ ഒരു മാറ്ററും ആന്റി മാറ്ററും തമ്മിലുള്ള അളവിലുള്ള വ്യത്യാസത്തെയാണ് ആന്റി മാറ്റർ അസിമെട്രി എന്ന രീതിയിൽ പറഞ്ഞ് അതിനെ ഇതുവരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുകൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ നിലവിൽ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് എലമെന്ററി പാർട്ടിക്കിൾ, നമ്മൾ സാധാരണ ഒരു ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നൊക്കെയാണ്. ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ എന്ന് വിളിക്കുക. ഇനി ഇതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ ഗ്ലൂഓൺ, ക്വാർക്കുകൾ എന്നൊക്കെ വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആക്ച്വലി ക്വാർക്കുകൾ, ലെപ്റ്റോൺ എന്നൊക്കെ പറയുന്നത് ഒക്കെയാണ്
പാർട്ടിക്കിൾസ് ആയിട്ട് വരുന്നത്. ഫോഴ്സ് കാരിയർ പാർട്ടിക്കിൾസ് ഉണ്ട്, ഫോട്ടോൺസ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സുകൾ. അപ്പോൾ ക്വാർക്ക് എന്ന് പറയുന്നത് ഒരു എലമെന്ററി പാർട്ടിക്കിൾ ആണ്. ഇത് മാറ്ററിന്റെ ഫണ്ടമെന്റൽ കൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ടുള്ളതാണ് ക്വാർക്ക് എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വാർക്ക് ഫോം ചെയ്യുന്നതായിട്ടുള്ളത് ഹാഡ്രോൺസ് ജോയിൻ ചെയ്തിട്ടാണ് എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതിലാണ് പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയവ ഇത്തരത്തിലുള്ള രൂപപ്പെടുന്നതാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഈ വാക്കുകളാണ് ക്വാർക്ക് എന്താണ്, ഹാഡ്രോൺ എന്താണ് ഓർത്ത് വെക്കുക. ഇതെല്ലാം എലമെന്ററി ഫിസിക്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എലമെന്ററി പാർട്ടിക്കിൾ ഫിസിക്സുമായി ബന്ധപ്പെട്ട ആറ്റത്തിന്റെ അകത്ത് ഇലക്ട്രോണിക് പ്രോട്ടോണിന്റെ ഒക്കെ അകത്തുള്ള സംഭവമാണെന്ന് ഓർത്ത് വെക്കുക. ഇനി പാർട്ടിക്കിൾ ഫിസിക്സിൽ ലെപ്റ്റോൺ എന്ന് പറയുന്ന ഒരു എലമെന്ററി പാർട്ടിക്കിൾ ഉണ്ടെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് മറ്റൊരു പാർട്ടിക്കിൾ ആണെന്ന് ഓർത്ത് വെക്കുക. ജസ്റ്റ് ആ പേരാണ് ഓർത്ത് വെക്കുന്നത്. ലെപ്റ്റോൺ, ഹാഡ്രോൺ, ക്വാർക്ക്, ഈ പേരുകൾ എലമെന്ററി പാർട്ടിക്കിൾ ഫിസിക്സുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ ലെപ്റ്റോൺസ് രണ്ട് തരത്തിലുള്ള ചാർജ്ഡ് ലെപ്റ്റോണും ഉണ്ട്, ന്യൂട്രൽ ലെപ്റ്റോണും ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. മറ്റൊരു പാർട്ടിക്കിളാണ് ബോസോൺ എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ ഫോളോ ചെയ്യുന്നതാണ് ബോസോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഗേജ് ബോസോൺ എന്ന് പറയുന്നത്. ഇത് മറ്റൊരു തരത്തിലുള്ള പാർട്ടിക്കിൾ ആണെന്ന് ഓർത്ത് വെക്കുക. മറ്റൊന്നാണ് സ്കേലാർ ബോസോൺ എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേരുകൾ ഒന്ന് ഓർത്ത് വെക്കുക. ലെപ്റ്റോൺ, ബോസോൺ, ഗേജ് ബോസോൺ, സ്കേലാർ ബോസോൺ. കാരണം ഈ പേരുകൾ കാണുമ്പോൾ ഇത് എന്താണ് എന്നുള്ളത് ക്വാർക്ക്, ഹാഡ്രോൺ, ലെപ്റ്റോൺ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്ത് വെക്കുക. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണെന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് മതി. ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് നമുക്ക് വേണ്ട, ടു മച്ച് സയന്റിഫിക് ആണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം ഫെർമിയോൺസ് എന്ന് പറയുന്ന ഭാഗമുണ്ട്. അത് മാറ്ററുമായി ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ ബോസോൺസ് എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ടും അതിൽ ഹിഗ്സ് ബോസോൺ, ഗ്ലൂവോൺ, ഫോട്ടോൺ ഉണ്ട്, സെഡ് ബോസോൺ, ഡബ്ല്യു ബോസോൺ, ഗേജ് ബോസോൺസ്, സ്കേലാർ ബോസോൺസ്, ക്വാർക്കുകൾ ഉണ്ട്, ലെപ്റ്റോൺസ് ഉണ്ട് എന്നൊക്കെ ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ മ്യൂൺ, ടൗ ഒക്കെ അതിന്റെ പേരുകളാണ്. അപ്പോൾ ഈ ഒരു ക്വാർക്ക്, ലെപ്റ്റോൺ, അതുപോലെ ഫെർമിയോൺ, ബോസോൺ, ഗേജ് ബോസോൺ തുടങ്ങിയുള്ള പേരുകളൊന്നും ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഈ ഒരു എലമെന്ററി പാർട്ടിക്കിൾ ഫിസിക്സിലുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസിനെയാണ് ഈ ഒരു പേരുകളിൽ വിളിക്കുന്നതെന്ന് ഓർത്ത് വെക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഡ്രൈനെസ് വർദ്ധിച്ചു വരികയാണ് എന്നുള്ള രീതിയിലാണ്, വാട്ടർ സ്കാർസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് വന്നിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ യുഎന്നിന്റെ ഡിസ്കഷനുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് വാർത്ത എന്നുള്ളത്. അപ്പോൾ യുഎന്നിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിയാദിൽ, സൗദി അറേബ്യയിൽ നടന്ന സമ്മിറ്റിന്റെ തുടർച്ചയായിട്ടാണ് ഈ റിപ്പോർട്ട് വന്നത്. ഭൂമിയുടെ ലാൻഡ് ഡ്രൈ ഔട്ട് ചെയ്യുകയാണ്, അതായത് ഭൂമിയിൽ വരൾച്ച ഉണ്ടാവുകയാണ് എന്നുള്ളതാണ് ഈ ഒരു റിപ്പോർട്ടിൽ വരുന്നതായിട്ടുള്ളത്. 1970 മുതൽ 2020 വരെ ലോകത്തിന്റെ 75% ലാൻഡുകളും ഡ്രൈയർ ആയിട്ട് മാറിയിട്ടുണ്ട് കമ്പയർഡ് ടു അതിന്റെ പ്രീവിയസ് 30 ഇയേഴ്സ് മുന്നേയുള്ള പീരീഡ്. അതായത് 1940 മുതൽ 1970 വരെയുള്ള സ്ഥലത്തെ വെറ്റ്നസും 1970 മുതൽ 2020 വരെയുള്ള കാലഘട്ടം നോക്കുമ്പോൾ ഇത് 75% ഡ്രൈ ആയി മാറിയിട്ടുണ്ടെന്നാണ്. അതായത് വരൾച്ചയിലേക്കാണ്, ഡ്രയർ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ് രൂപപ്പെടുന്നത് എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഭൂമിയിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും റിവേഴ്സിബിൾ അല്ലാത്ത രീതിയിലാണ് ഈ ഒരു ഡ്രൈനെസ് വരുന്നതെന്നാണ് പറയുന്നത്. ഗ്ലോബൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നുണ്ട്, വാട്ടർ കൂടുതലായി എവാപ്പറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഭൂമിയിൽ വെള്ളത്തിന്റെ ലഭ്യത കുറയുന്നതിന് കാരണമാകുന്നുണ്ട്, വാട്ടർ സ്കാർസിറ്റിക്കും കാരണമാകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡ്രയർ ആയിട്ടുള്ള ലാൻഡുകൾ എന്ന് വെച്ചാൽ ലെസ് പ്രൊഡക്റ്റീവ് ആണ്, അവിടെ കാര്യമായിട്ടുള്ള വിളവുകൾ കിട്ടില്ല, ഫുഡ് ഇൻസെക്യൂരിറ്റിയിലേക്ക് ഇത് നയിക്കും എന്നുള്ളതാണ്. ഈവൻ ഗ്ലോബൽ ഫുഡ് സപ്ലൈയും ലൈഫ് സ്റ്റോക്ക് സപ്ലൈയും ഇത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഏകദേശം 5 ബില്യൺ ആൾക്കാരാണ് ഈ ഒരു ഡ്രൈയിങ് ലാൻഡിന്റെ ഇമ്പാക്ട് നേരിടുക. യൂറോപ്പ്, ബ്രസീൽ, US, ആഷ്യ, ആഫ്രിക്ക തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ ഇവർ നേരിടും. വളരെ സിവിയർ ആയിട്ടുള്ള ഡ്രോട്ടും ലാൻഡ് ഡീഗ്രഡേഷനും നേരിടും. സൗത്തേൺ യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷനോ, കാരണം വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലേക്കും ഫെർട്ടൈൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്കും ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് ഓതർ പറയുന്നത് കൂടി. അപ്പോൾ കൺട്രീസ് പ്രത്യേകിച്ചും എങ്ങനെയാണ് ഈ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഡ്രോട്ട് ഉണ്ടാവുന്നത്, സിവിയർ ആയിട്ടുള്ള ഡ്രോട്ട് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ച് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് വെള്ളം ഇല്ലാതായി ഭൂമിയിലെ ടെമ്പറേച്ചർ കൂടി ഭൂമി ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെതർ മാനേജ്മെന്റ് അല്ലെ വാട്ടർ മാനേജ്മെന്റ്, കൃത്യമായിട്ടുള്ള ഫോർകാസ്റ്റിംഗ്, ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോകും എന്നാണ് ഓതർ പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇതിലത്തെ ഒരു മെയിൻ ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പുവർ നാഷൻസ് ആണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിക്ടിംസ് എന്നാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടോ ഒന്നും തന്നെ ഇവിടെ നിലനിൽക്കുന്നത് അത്തരം രാജ്യങ്ങളാണ്. പ്രത്യേകിച്ചും ആഫ്രിക്കയിലെ ലോ മിഡിൽ ഇൻകം കൺട്രീസ് ഒക്കെയാണ് വലിയ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത്. അവരാണ് ഈ സ്കേഴ്സിറ്റി നേരിടുന്നതായിട്ടുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഫണ്ടുകളുടെ അവൈലബിലിറ്റി, ബെറ്റർ ആയിട്ടുള്ള വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റംസ് കൊണ്ടുവരിക, റിസർവോയ്സ് കൊണ്ടുവരിക, ഡ്രോട്ടിനെ അഡ്രസ് ചെയ്യാൻ പറ്റും വാർണിംഗ് സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവരിക എന്നുള്ളതാണ് ചെയ്യാവുന്ന കാര്യം എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ട്. അപ്പോൾ യുഎന്നിന്റെ റിപ്പോർട്ട് വരുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ നമുക്ക് ഈ ഒരു കാര്യം മെൻഷൻ ചെയ്യാവുന്നതാണ്. അടുത്തത് ആസ്ട്രോസാറ്റ് എന്ന് പറയുന്ന ഇന്ത്യൻ സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്നുള്ള അൾട്രാവയലറ്റ് എമിഷൻസ് വെച്ചുകൊണ്ട് ഈ ഒരു
സാറ്റലൈറ്റ് ഗാലക്സിയെ കുറിച്ചുള്ള ഡാറ്റ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ആൻഡ്രോമീഡ ഗാലക്സിയിൽ സ്പോട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് പ്രത്യേകതയായിട്ടുള്ളത്. അപ്പോൾ ആസ്ട്രോണമിസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ സയന്റിസ്റ്റുകളാണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്ന് വരുന്നതായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയുടെ ആസ്ട്രോസാറ്റ് എന്ന് പറയുന്ന സ്പേസ് ഒബ്സർവേറ്ററി എന്നുള്ള ഡാറ്റ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മൾട്ടി വേവ് ലെങ്ത് സ്പേസ് ഒബ്സർവേറ്ററി ആണ് ആസ്ട്രോസാറ്റ് എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇത് എക്സ്റേ, ഒപ്റ്റിക്കൽ ലൈറ്റ്, അതുപോലെ UV സ്പെക്ട്രൽ ബാങ്ക്സിനെയൊക്കെ സൈമിൾട്ടേനിയസ്ലി പഠിക്കുന്നത്, പ്രപഞ്ചത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഈ ലൈറ്റ്സിനെയൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ 2015 PSLV ഉപയോഗിച്ചുകൊണ്ട് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഈ ഒരു സാറ്റലൈറ്റിനെ, ഈ ഒരു സ്പേസ് ഒബ്സർവേറ്ററിയെ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ISROയുടെ ടെലിമെട്രി ഏരിയയിൽ, അതായത് ബംഗളൂരുവിലുള്ള ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് ഏരിയയിലാണ് ഇതിന്റെ മിഷൻ കൺട്രോൾ ഏരിയ വരുന്നത്. അവരാണ് ഈ ഒരു സാറ്റലൈറ്റിന്റെ ലൈഫിൽ മുഴുവൻ അതിന്റെ ഡാറ്റ ട്രാക്ക് ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പം നമ്മളുടെ പ്രപഞ്ചത്തിലെ ഹൈ എനർജി പ്രോസസ്സുകളെ കുറിച്ച് മനസ്സിലാക്കാനും ബൈനറി സ്റ്റാർ സിസ്റ്റത്തെ കുറിച്ചുമാണ്, രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം ചുറ്റുന്നതിനെയാണ് ബൈനറി സ്റ്റാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ന്യൂട്രോൺ സ്റ്റാറുകളെ കുറിച്ച് മനസ്സിലാക്കാനും ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ ആസ്ട്രോസാറ്റിനെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ന്യൂട്രോൺ സ്റ്റാറുകളുടെ മാഗ്നറ്റിക് ഫീൽഡുകളെ കുറിച്ച് മനസ്സിലാക്കാനും ഉപയോഗിക്കാൻ പറ്റും. നക്ഷത്രങ്ങളുടെ ഒറിജിനെ കുറിച്ചും ഹൈ എനർജി പ്രോസസ്സുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റേ സോഴ്സസുകളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ യൂണിവേഴ്സിലെ അൾട്രാ വയലറ്റ് റീജിയനിലെ ഡീപ് ഫീൽഡ് സർവേസ് നടത്തുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കും എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടാണ്. അപ്പോൾ ഇതിലെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നോവേ എന്ന് പറയുന്ന ഈവന്റിൽ നിന്നാണ് ഈ ഒരു ഇൻഫർമേഷൻസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പോൾ ആക്ച്വലി ഈ നോവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസിയന്റ് ആയിട്ടുള്ള, ഒരു താൽക്കാലികമായിട്ടുള്ള ആസ്ട്രോണമിക്കൽ ഈവന്റ് ആണ്. ഇത് പെട്ടെന്ന് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും ഒരു ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് വെച്ചാൽ ഒരു പുതിയ സ്റ്റാറിൽ നിന്ന് പെട്ടെന്ന് ലൈറ്റ് വരികയും അത് മെല്ലെ സ്ലോലി ഫേഡ് ചെയ്യുകയും ചെയ്യും ഒരാഴ്ച, ഒരു വീക്കോ ഒക്കെ കഴിയുമ്പോൾ. ഇതിനെയാണ് നോവേ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് നോർമലി ബൈനറി സ്റ്റാർ സിസ്റ്റംസിലാണ് ഉണ്ടാവുക. ബൈനറി സ്റ്റാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം ചുറ്റുന്നതിനെയാണ് ബൈനറി സ്റ്റാർ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വളരെ ഡെൻസ് ആയിട്ടുള്ള എർത്ത് സൈസ് ആയിട്ടുള്ള ഡ്വാർഫ് ഓർബിറ്റുകൾ, ഒരു സൺ ലൈക്ക് കമ്പാനിയന്, രണ്ട് നക്ഷത്രങ്ങൾ പരസ്പരം ചുറ്റുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള നോവേ പ്രതിഭാസങ്ങൾ ഉണ്ടാവുക എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം വൈറ്റ് ഡ്വാർഫിന്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇത് കമ്പാനിയൻ സ്റ്റാറിനെ വലിക്കുകയും പെട്ടെന്ന് ഇന്റൻസ് അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ അതിന്റെ സർഫസിൽ രൂപപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള നോവേ പ്രതിഭാസം ഉണ്ടാവുന്നത് എന്നുകൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള തെർമോന്യൂക്ലിയർ റിയാക്ഷൻസിന് കാരണമാവുകയും ഇത് സഡൻ ബേസ്റ്റ് ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് കാരണമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ നോവ അതിന്റെ മാക്സിമം ലൂമിനസിറ്റി ഒരു മണിക്കൂറുകൾക്കുള്ളിൽ എത്തുകയും അതിനുശേഷം അത് ബേസ്റ്റ് ചെയ്യുകയും മെല്ലെ മെല്ലെ അത് ഇല്ലാതാവുകയും ചെയ്യും എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ ഒരു പ്രതിഭാസമാണ് നോവേ എന്ന് പറയുന്നത്. നോർമലി ബൈനറി സ്റ്റാർ സിസ്റ്റത്തിലാണ് ഉണ്ടാവുക എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉണ്ടായത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.